നമുക്ക് ഓരോ ലെറ്റേഴ്സ് ആയിട്ട് ഇതിൽ നമുക്ക് എഴുതിയെടുക്കാം. നമുക്കിപ്പം വേണമെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ച് ചെയ്താൽ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ നമ്മളെ സൂചിയോ എന്താ വെച്ച് നമുക്ക് എഴുതാം. ഞാനിപ്പോൾ ഇവിടെ സേഫ്റ്റി പിന്നോ ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ ഇതിൽ നോക്കി എസ് എങ്ങനെയാണോ വരേണ്ടത്, അവിടെയാണോ ആ നീല വരുന്നത് അവിടെയൊക്കെ നീല മാർക്ക് ചെയ്തിട്ട് നമുക്കിത് എഴുതിയെടുക്കാം കേട്ടോ. നമുക്കൊന്ന് ശേഷം കൂടി ഒന്ന് കട്ടിയിലൊന്ന് എഴുതിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് അപ്പോൾ പിന്ന് വെച്ച് എഴുതുമ്പോൾ ഒരു ലെവൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ പെന്ന് വെച്ച് എഴുതിയത്. കാരണം എസ് എല്ലാം പോലുള്ള ലെറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു ഇച്ചിരി വളഞ്ഞും തിരിഞ്ഞു വേണ്ടി പിന്ന് വെച്ചാക്കാൻ പറ്റുന്നില്ല. നമുക്ക് പെന്ന് വെച്ചൊന്ന് എഴുതിയെടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ എസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുമോ അറിയില്ല, കാരണം ചെറിയൊരു ഷൈനിങ്ങിൽ അതുണ്ടാവും കേട്ടോ. അത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഒന്ന് നല്ല കട്ടിയിൽ ഞാൻ ഷൈനിങ് ചെയ്യിപ്പിക്കുക പറ്റുമോ നോക്കട്ടെ. എനിക്ക് അതിന് കാണിച്ചു തരാം. നമ്മൾ പെന്നിനെ കൊണ്ടാക്കിയതിന് മുകളിലൊന്ന് ബ്ലേഡ് വെച്ച് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എസ് എന്ന് എഴുതിയിട്ടുണ്ട്. വീഡിയോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു, അത്ര ക്ലിയർ ഉണ്ടാകുമോ അറിയില്ല. നമുക്കതേപോലെ എന്നെ എഴുതിയെടുക്കാം കേട്ടോ. എന്നെ നമുക്ക് ബ്ലേഡ് വെച്ച് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു വരെയൊന്ന് ലേശം ക്ലിയർ ആക്കി എടുക്കും. അല്ലെങ്കിൽ എസ് എന്നിൻ്റെ മുകളിലായിട്ട് ഇടും കേട്ടോ. നമ്മൾ വര ക്ലിയർ ഇല്ലെങ്കിൽ നമുക്ക് എഴുതുമ്പോൾ മനസ്സിലാവില്ല എവിടുത്തെ നമുക്ക് എഴുതിയെടുക്കുന്നത്. നമുക്ക് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ചെറിയ എന്തൊരു കുഴപ്പമുണ്ട് കേട്ടോ. അതൊന്നും കൂടി നമുക്ക് ലേശം നീട്ടിയിട്ട് വെച്ച് നോക്കാം. അതിൻ്റെ ഒരു ആയിട്ടുണ്ട് കേട്ടോ. ഇതാ എന്നെ നമ്മളിവിടെ എഴുതിയെടുത്തിട്ടുണ്ട്. വീഡിയോയിൽ ക്ലിയർ ഉണ്ടോ എന്നൊക്കെ അറിയില്ല, നോക്കട്ടെ. ഇവിടെ എന്നെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ട്യൂബ് അത് എഴുതിയെടുക്കാം കേട്ടോ. ഇതിൽ നോക്കുക, അതേപോലെ തന്നെ നമ്മളിവിടെ ബ്ലേഡ് വെച്ച് അടിയാൻ കൊടുക്കുക. ഇവിടെ ടീ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടീ നമുക്ക് യു അടയാളപ്പെടുത്താം. അപ്പം ഗൈസ് നമ്മളിത് മുഴുവനായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. എസ് ആൻഡ് ട്യൂബ്. നമുക്കിത് കാർവ് ചെയ്ത് തുടങ്ങാം കേട്ടോ. കാർവ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഇനി വരുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കേട്ടോ അത് ചെയ്യുക. അതിനാണ് നമ്മൾ ശരിക്കും ഈ ഡീറ്റെയിൽ ബ്ലേഡ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള എല്ലാ പ്രശ്നവും നമുക്ക് സാധാ ബ്ലേഡ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. എഴുതുന്നത് നമുക്കിപ്പോൾ പെന്ന് വെച്ച് എഴുതി അതിൻ്റെ മുകളിൽ പിന്നെ വെച്ച് ലെവലാക്കാം. വേണമെങ്കിൽ ഈ ഡീറ്റെയിൽ ബ്ലേഡ് ഉപയോഗിക്കുന്നതിന് പകരം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇനി മെല്ലെ കാർവ് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഗൈസ് ഇനി നമുക്ക് നമ്മൾ കാർവിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ടായി നമ്മൾ ഈ ഒരു ഭാഗത്ത് തുടങ്ങുന്നു കേട്ടോ എസിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരുമല്ലോ, അതായത് നമ്മളിതാ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫസ്റ്റ് കാർവ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എല്ലാം ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇതാക്കി കൊടുക്കുക. ഇവിടെ ചെറുതായിട്ടൊന്ന് ഇതാക്കി വന്നിട്ട് കേട്ടോ. നമുക്കിത് ഡീപ്പായിട്ടൊന്ന് കാർവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പീസ്, നമ്മളെ ഈ ഒരു പീസും കൂടി കാർവ് ചെയ്യാം. ഇത് മെല്ലനെ ചെയ്താൽ കേട്ടോ. ഇനി നമുക്ക് അവിടെ നിന്ന് വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ലോണം ഇതാക്കി കൊടുക്കാം. അപ്പം ഗൈസ് നമ്മളെ എസിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കാർവ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം നമുക്ക് ഇപ്പുറത്തെ ഭാഗവും കൂടി അങ്ങനെ കാർവ് ചെയ്തെടുക്കാം. കാർവ് ചെയ്യുമ്പോൾ ലേശം ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം ഈ ഒരു എഡ്ജിൽ വേഗം പൊട്ടിക്കും കേട്ടോ. അവിടെ നമുക്കിങ്ങനെ ഒന്ന് കർവ് ചെയ്ത് ലെവലാക്കുമ്പോൾ അവിടെ എസിൻ്റെ ശരിയായൊരു ഷേപ്പ് കിട്ടാതെ നമ്മളെ ഇവിടെ നിന്നിങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇവിടെ ഇല്ലേ ഈ ഒരു ഏരിയ ഇങ്ങനെ ഒന്ന് കർവാക്കി ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒന്ന് ലെവലാക്കി എടുക്കാം. നമുക്ക് അതിലെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാം കേട്ടോ ബ്രഷ് വെച്ചിട്ട്.
നമ്മളിപ്പോൾ ഇവിടെ എസ് എഴുതിയെടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എസ് എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ എൻ എഴുതിയെടുക്കാം. എന്നിൻ്റെ ഇതാ ഈ ഒരു ഏരിയ ഇങ്ങനെ മുഴുവനായിട്ട് കവർ ചെയ്യുക കേട്ടോ. ഇങ്ങനെ അത് കവർ ചെയ്യുന്നതിന് ഞാൻ ഇപ്പോൾ എസിൻ്റെ പറഞ്ഞതല്ലേ, നമ്മൾ ഇതിലെ നീല ഇവിടെ വരുന്നത് നോക്കുക, അതേപോലെ തന്നെ കവർ ചെയ്തെടുക്കുക. അത് ചെയ്തു ആ പ്രോസസ്സ് നമുക്ക് ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇത് മുഴുവൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഗൈസ് നമ്മൾ എല്ലാം ചെയ്തെടുക്കുന്നതിനിടയിൽ നമ്മൾ എന്നെ ചെയ്യുന്നതിനിടയിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയിരുന്നു, എന്നിട്ട് നമ്മളെ ഒന്ന് ഒട്ടിച്ചൊട്ടിട്ടുണ്ട്. നമുക്ക് ടീ ചെയ്യാം കേട്ടോ. നമ്മളെന്നാൽ ഈ ട്യൂബ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ വീഡിയോയിൽ ഞാൻ ചെയ്തതിന് ശേഷം കാണിച്ചു, നമ്മളിപ്പോൾ ഈ കാണിച്ച പ്രോസസ്സില്ല അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. കാരണം ഇനി നമ്മൾ ഇതിങ്ങനെ വെച്ച് നമ്മളെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അത്ര ലെങ്ത് ആക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ പകുതിക്കുന്ന ട്യൂബിൻ്റെ ഇത് നിങ്ങൾക്ക് പിന്നെ എസ് എന്ന് പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മൾ ഈ റെഫറൻസ് നോക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ടീൻ്റെ, അതായത് നമ്മുടെ ടീൻ്റെ ഈ ഒരു ഗ്യാപ്പ് കണ്ട ആ ഗ്യാപ്പ് മാത്രമേ കാർവ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെ മെല്ലനെ ആയിട്ട് തന്നെ കാർവ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ആ TUBE അതെങ്ങനെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം കഴിച്ച് നമ്മൾ വർക്ക് ഫിനിഷ് ആയിട്ടാണ് എസ് എൻ ട്യൂബിന് എഴുതിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലൂടെ ചെറുങ്ങനെ ഒന്ന് ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് ചിരണ്ടി കളയുക. അതിൻ്റെ മുകളിൽ ചെറിയൊരു സ്ക്രാച്ചിലും മറ്റൊരായാലും പോകും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ പൊട്ടിയത് കൊണ്ടാണ് ജസ്റ്റ് താണിട്ടാണ് ഒട്ടിയത്, അത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഒട്ടിച്ച് വെച്ചത് കേട്ടോ, വേറൊന്നും ഇതിൻ്റെ അകത്തും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആക്സോ ബ്ലേഡ് എടുത്തിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു മെഷർ അളവ് ഒരു ഏകദേശം ഈ ഒരു അളവിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ബോട്ടിലേക്ക് ആക്കുന്നതെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഒരു അളവിലാക്കിയിട്ട് കട്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു അളവ് ഇതാക്കിയിട്ട് അതങ്ങ് കട്ട് ചെയ്യും. എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മളിവിടെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അതിപ്പം എൻ്റെ അവിടെ ലേശം ഈ കഴിഞ്ഞിട്ട് ലേശം സ്പേസ് ബാക്കി വന്നപ്പോൾ ഇതാ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഞാൻ വരച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതാക്കിയാൽ നമുക്കൊരു ചെറിയ ഡിസൈൻ, ഒരു ട്രയാങ്കിൾ പോലെ കിട്ടുന്ന കേട്ടോ. യൂട്യൂബിൻ്റെ ചിഹ്നം പോലെയൊക്കെ ആയി മാറും. അപ്പോൾ നമ്മുടെ ഡിസൈനൊക്കെ അവിടെ അങ്ങനെ വെറുതെ നമുക്ക് എന്ത് ഡിസൈനിലേക്ക് ചെറിയൊരു സ്പേസിൽ നമുക്ക് നമ്മളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കൊടുക്കാം കേട്ടോ. എന്നാൽ ചെറിയൊരു കോഴ്സ് ഇട്ട് കൊടുത്താൽ നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ഐക്കൺ ബട്ടൺ അല്ലേ, ആ ഒരു ബുക്കിലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കുന്നത്. നമ്മളിപ്പോൾ ഈ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്തു. നമ്മളെ യൂട്യൂബിലെല്ലാം ഉണ്ടായത് നമ്മൾ ഈ ഒരു ഇതല്ലേ യൂട്യൂബിൻ്റെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം വെറുതെ എനിക്ക് ഇപ്പം തോന്നിയ ഏരിയ ആണ് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെയൊക്കെ ആക്കി എടുക്കാം കേട്ടോ. അപ്പം കഴിച്ച് നമ്മളെ ആയിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.